പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. നാഷണൽ ഹെറാൾഡ് കേസിൽ ഗാന്ധി കുടുംബത്തിന് ആശ്വാസം. സോണിയയും രാഹുലും അടക്കമുള്ളവർക്കെതിരെ എടുത്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് പരിഗണിക്കാൻ ഡൽഹി കോടതി വിസമ്മതിച്ചു. ED കേസ് നിലനിൽക്കില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത്. പരാതിയിൽ വാദം കേൾക്കാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കി. റോസവന്യൂ കോടതിയാണ് കേസ് പരിഗണിച്ചത്. ഡൽഹി പോലീസ് പുതിയ പ്രഥമ വിവര റിപ്പോർട്ട് FIR സമർപ്പിച്ചിട്ടുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് ഈ വിഷയത്തിൽ അന്വേഷണം തുടരാമെന്നും കോടതി പറഞ്ഞു. പരാതി നിലനിൽക്കില്ലെന്ന കോടതിയുടെ ഉത്തരവ് കനത്ത തിരിച്ചടിയായി. നാഷണൽ ഹെറാൾഡ് കേസിൽ ഗാന്ധി കുടുംബത്തിന് ആശ്വാസം. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർക്കെതിരെ എടുത്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് പരിഗണിക്കാൻ ഡൽഹി കോടതി വിസമ്മതിച്ചിരിക്കുകയാണ്. ED കേസ് നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. നിലനിൽക്കാത്ത കേസാണ് ആ കേസ്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് പരിഗണിക്കാൻ ഡൽഹി കോടതി വിസമ്മതിച്ചതായാണ് പുതിയ വിവരം. അതായത് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നാഷണൽ ഹെറാൾഡ് കേസിൽ അല്പം ആശ്വാസം പകരുന്ന വാർത്തയാണ്. കേസ് നിലനിൽക്കില്ല എന്നും കോടതി വ്യക്തമാക്കി. പരാതിയിൽ വാദം കേൾക്കാനാവില്ല എന്നും കോടതി വ്യക്തമാക്കുന്നു. അതേസമയം ഈ അന്വേഷണം തുടരാമെന്നുള്ളതാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക്. നിലവിലെ അന്വേഷണമൊക്കെ തുടരാമെന്നും കൂടി കോടതി പറഞ്ഞു. ഇപ്പോൾ ഈ നിലവിലെ ഈ ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ് അത് പരിഗണിക്കാൻ കോടതി വിസമ്മതിച്ചിരിക്കുന്നത്. ആ ED കേസ് നിലനിൽക്കില്ല എന്നാണ്, പരാതിയിൽ വാദം കേൾക്കാനാവില്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ഈ ഒരു കോടതിയുടെ ഉത്തരവ് വലിയ ആശ്വാസമായിരിക്കുന്നു സോണിയാഗാന്ധിക്കും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും എന്നുള്ളതാണ്. വർഷങ്ങളായി പരിഗണനയിലുള്ള ഒരു കേസാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ നാഷണൽ ഹെറാൾഡിനെ സംബന്ധിച്ച് അറിയാം. ആ സമയത്ത് വലിയ രീതിയിലുള്ള വിവാദമുണ്ടായതാണ്. നാഷണൽ ഹെറാൾഡ് മുഖപത്രമായിരുന്നു, ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ മുഖപത്രമായിരുന്നു. അതിനെ സംബന്ധിച്ച് പിന്നീട് അത് വിൽക്കപ്പെടുകയും അത് വാങ്ങിയതിനെ സംബന്ധിച്ച് മറ്റൊരു കമ്പനിയുടെ പേരൊക്കെ ഉയർന്നു വരുന്നു. ആ കമ്പനിയുടെ പേരിൽ ഈ നാഷണൽ ഹെറാൾഡ് വാങ്ങിയതിനെ സംബന്ധിച്ച് വളരെ കുറഞ്ഞ പൈസയ്ക്ക് ഇത് സ്വന്തമാക്കി. അതിൻ്റെ ആ കമ്പനിയുടെ പേരിലുള്ള ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സ്വത്തുക്കളും ആ സ്വത്തിൻ്റെ മൂല്യമൊന്നും കണക്കാക്കാതെ വളരെ തുച്ഛമായ വിലയ്ക്ക് ഈ നാഷണൽ ഹെറാൾഡ്, അതായത് രാഹുൽ ഗാന്ധി കൂടി ചെയർമാൻ ഡയറക്ടറായിട്ടുള്ള മറ്റൊരു കമ്പനി വാങ്ങി എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അതിലൊരു പണമിടപാടിൽ വലിയൊരു തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ അത്തരത്തിലുള്ള ചില പരാതിയൊക്കെ ഉയർന്നതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നാഷണൽ ഹെറാൾഡ് കേസ് വലിയ രീതിയിൽ വിവാദമായത് രാജ്യത്ത്. പിന്നീട് ഇപ്പോഴും ആ അന്വേഷണ ഏജൻസികൾ അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. ഇപ്പോൾ ED നൽകിയ ആ കേസ്, കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് പരിഗണിക്കാനാകില്ല എന്ന് ഡൽഹി കോടതി പറഞ്ഞിരിക്കുന്നു. കേസ് നിലനിൽക്കില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. പരാതിയിൽ വാദം കേൾക്കാനാവില്ല എന്നും ഡൽഹി റോസ് അവന്യൂ കോടതി വ്യക്തമാക്കി.